സ്ത്രീകളെ അധിക്ഷേപിച്ച ഗതാഗത മന്ത്രി CP ജോൺ പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. പൈസ വേണ്ടാത്ത ബസ്സിൽ കയറാൻ തിരക്കാണ്. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ആദ്യം പ്രതികരണത്തിലേക്ക്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അതായത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്ത, ആരുടെയും ഭാഗത്തു നിന്നും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. തികച്ചും സ്ത്രീവിരുദ്ധ പരാമർശം, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം. അതായത് സർക്കാരിന്റെ എന്തോ ഔദാര്യം സ്ത്രീകൾ പറ്റാൻ പോകുന്നു എന്ന മട്ടിലാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ KSRTCയുടെ പ്രിയദർശിനി സർവീസിൽ സ്ത്രീകളുടെ വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതേ സ്ത്രീകൾ ഈ KSRTC പ്രിയദർശിനി സർവീസിൽ തിക്കും തിരക്കും കൊടുക്കുന്ന സൗജന്യം, പൈസ ഇല്ല എന്ന് പറഞ്ഞ് സൗജന്യം പറ്റുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ വിടുന്നത് സ്വകാര്യ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെയാണ് എന്നതാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രികളിൽ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോവില്ല, സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ വന്ന് കിടക്കുകയും ചെയ്യും എന്ന തരത്തിൽ സ്ത്രീകളെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാലക്കാട് ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള പരാമർശം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതേ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം വീണ്ടും ഉണ്ടായിരിക്കുന്നു. അതായത് ഈ വിവാദ പരാമർശത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ച സമയത്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന മറുപടിയുമായിട്ട് CP ജോൺ വീണ്ടും എത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. തൻ്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. താൻ എന്താണ് പറഞ്ഞതെന്ന് ഒരു വിശദീകരണം തന്നോട് ചോദിക്കാമായിരുന്നു. അതുപോലെ യാത്ര ചെയ്യാൻ പോലും കഴിവില്ലാത്ത, സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ട്. അത് മനസ്സിലാക്കാൻ താൻ അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതാണ് സങ്കടകരം. പറഞ്ഞതൊന്നും മാറ്റി പറയാനോ പിൻവലിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ്. സർക്കാരിന് തന്നെ പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. പക്ഷേ മന്ത്രിക്ക് എന്തോ അത്ര പ്രിയം പോരാ പദ്ധതിയോട്, സ്ത്രീകളോട് എന്നുള്ളതാണ് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.